ഞാൻ അഷിതയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഗിരിജ, ഞാൻ ദുർഗയുടെ കാര്യാ പറഞ്ഞത്. അല്ല, ദുർഗയ്ക്ക് എന്തു പറ്റി? മുത്തശ്ശി മോളെ, ഇതെന്താ പെട്ടെന്ന്? അതെ, പൂർണിമ വരാൻ പറഞ്ഞിട്ട് വന്നതാ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ആരും ടെൻഷൻ ആവണ്ട. ഒരു നല്ല കാര്യം പറയാനാ ഞാൻ എല്ലാരും ഒന്നിച്ച് വിളിപ്പിച്ചത്. നമ്മളാരും കിരണിന്റെയും ദുർഗയുടെയും വിവാഹം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവരുടെ വിവാഹം ഒന്നുകൂടി ഗ്രാൻഡ് ആയിട്ട് നടത്താൻ ഞാൻ തീരുമാനിച്ചു. എന്താ ചേച്ചി ഇത്? എന്തിനാ വെറുതെ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിന്റെ ചേച്ചി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പല അർത്ഥങ്ങളും ഉണ്ടാവുന്ന നിനക്കറിഞ്ഞൂടെ? അല്ല, പൃഥ്വി പറഞ്ഞത് ശരിയല്ലേ? ഞങ്ങൾ വീട്ടുകാർക്ക് പോലും ഒരു വിലയും തരാതെ തന്നിഷ്ടത്തിന് ഒളിച്ചോടി കല്യാണം കഴിച്ചാ ഇവൾക്ക് എന്തിനാ ഇനി വേറെ കല്യാണം? ആന്റി, കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇവരെ നല്ല രീതിയിൽ നാടും നാട്ടുകാരും അറിഞ്ഞ് ആർഭാടമായി വിവാഹം നടത്തി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദേ, മുത്തശ്ശിക്കും ദുർഗയുടെ അച്ഛനും ഒക്കെ അതേ ആഗ്രഹം ഉണ്ടാവും. പലർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അതൊക്കെ നടത്താൻ വെറുതെ ഒരു പ്രയോജനവും ഇല്ലാതെ കാശ് കളയേണ്ട കാര്യമുണ്ടോ? പണത്തെ പറ്റി ആന്റി ടെൻഷൻ ആവണ്ട. ഇവിടെ ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ട്. പൂർണിമേ, കാശ് ആവശ്യത്തിലധികം ഉണ്ടെന്നും കരുതി അതിങ്ങനെ വെറുതെ ചെലവായി കളയുന്ന തെറ്റല്ലേ? ചെറിയച്ഛൻ എന്താ അങ്ങനെ പറയുന്നത്? കിരണും ദുർഗയും വഴിയെ പോകുന്ന ആരെങ്കിലും ആണോ നമുക്ക്? ആരും ഇല്ലാത്തവരും അല്ലല്ലോ. ദുർഗ അഷിതയുടെ ചേച്ചിയല്ലേ? എന്തുവാ പൂർണിമേ, അതൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിന്റെ പേരിലേ നമ്മളൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ നടത്തി വീണ്ടും ഒരു കല്യാണം നടത്തുന്നു പറഞ്ഞാൽ അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ശരിയാ ചേച്ചി. ഞങ്ങൾക്ക് എന്തിനാ ഇനിയും കല്യാണം? ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് ഓൾറെഡി വിവാഹം കഴിച്ചതല്ലേ. വീണ്ടും എന്തിനാ? ഞങ്ങള് കാരണം ഈ വീട്ടിലൊരു വഴക്കും തർക്കമൊന്നും വേണ്ട. ഇത് വിട്ടേക്ക് ചേച്ചി. അതൊന്നും പറ്റില്ല ദുർഗ. ഞാനൊന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. നിന്റെ ഇഷ്ടത്തിന് നീ ഓരോന്നങ്ങ് തീരുമാനിക്കും, എന്നിട്ട് അതങ്ങ് നടത്തും. ഇവിടെ ഉള്ളവരാരും അതൊന്നും ചോദിക്കാറുമില്ലല്ലോ. ചന്ദ്രൻ, എന്റെ നേരെ അലറണ്ട. നിങ്ങൾ പറയേണ്ട കാര്യങ്ങളാ ഞാനീ പറഞ്ഞത്. ഈ കുടുംബത്തിലെ കാശെടുത്ത് ആർക്കോ വേണ്ടി ചെലവാക്കുന്ന കാര്യവാ ഈ പൂർണിമ പറയുന്നത്. ഈ നിൽക്കുന്ന രണ്ടെണ്ണവും ഈ വീട്ടിൽ വന്ന് അഭയാർത്ഥികളെ പോലെ താമസിക്കുന്നത് തന്നെ തെറ്റാ. അതിന്റെ കൂടി ഇനി ഗ്രാൻഡ് കല്യാണം കൂടി നടത്തണോ? ചന്ദ്രമതി, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? പൂർണിമ തെറ്റായ ഒരു തീരുമാനം എടുക്കില്ല നിനക്ക് അറിഞ്ഞൂടെ? ഒരാൾക്ക് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ശരിയായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ലേ? ഒരു തീരുമാനം തെറ്റിയാ മതി എല്ലാം തകർന്ന് തരിപ്പണമാവാൻ. ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾ കാണിച്ച് തകർന്ന എത്ര കുടുംബങ്ങളും തറവാടുകളും നമുക്കറിയാം. അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് പൂർണിമയുടെ ഇഷ്ടത്തിന് ദൂർത്ത് കാണിക്കാൻ ആർക്കും ഒരു എതിർപ്പുമില്ലേ? കെട്ടും കഴിഞ്ഞ് രണ്ടും കൂടി പടിവാതുക്കൽ വന്ന് നിന്നപ്പോ 5-10 കൊടുത്ത് വിടുന്നതിന് പകരം
വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. അതൊക്കെ ക്ഷമിച്ചു. ഇപ്പൊ ഇനി ആർഭാടം കാണിച്ച് നാട്ടുകാരെ വിളിച്ച് ഗ്രാൻഡ് ഫംഗ്ഷൻ നടത്തിയിട്ട് ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവാനാ? ഇനി ശരിയായ തീരുമാനം മാത്രം എടുക്കുന്ന പൂർണിമയ്ക്ക് ഞങ്ങൾക്കാർക്കും മനസ്സിലാവാത്ത അറിയാത്തതോ ആയ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൂടി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി താ. ചെറിയമ്മേ, ദുർഗ അക്ഷിതയുടെ ചേച്ചിയാണ്. ഓ, ഇവളും ചെറിയമ്മയുടെ മരുമോളെ പോലെ തന്നെയല്ലേ? അത് കൊള്ളാലോ. ഇതെന്താ പാക്കേജ് സിസ്റ്റോ? ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആയിട്ട് തരുവോ? എടി അക്ഷിത തന്നെ ഇവളെ ചേച്ചിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇവരിവിടെ നിൽക്കുന്നത് തന്നെ നമ്മളെക്കാളും എതിർപ്പ് അക്ഷിതയ്ക്കാ. അപ്പൊ ഞാൻ എന്തിനാ ഇവളെ മരുമകളായിട്ട് കാണുന്നത്? ചെറിയമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഇവരുടെ കല്യാണം നടത്താൻ പാടില്ല എന്നാണോ? അതെ പൂർണിമ, എനിക്ക് നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യത്തോട് യോജിപ്പില്ല. ഇത്രയും നാളും നീ പറയുന്നതിനെല്ലാരും തലയാട്ടി സമ്മതിച്ചോണ്ടിരുന്നത് നീ ചെയ്യുന്നതെല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആയതുകൊണ്ടാ. അതിപ്പോ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും കുടുംബത്തിന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് ക്ഷമിച്ചു. ഇത് പക്ഷെ അങ്ങനെയല്ല. അഷിതയുടെ ചേച്ചിയാണ് ദുർഗയെന്ന് പറഞ്ഞ് വെറുതെ കുടുംബത്തിലെ കാശെടുത്ത് കല്യാണം നടത്തുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സത്യസന്ധമായ അഭിപ്രായം ചോദിച്ചാ എനിക്ക് അതിനോട് നല്ല എതിർപ്പുണ്ട്. എല്ലാവരുടെ അഭിപ്രായം കേട്ടല്ലോ. എല്ലാവരെയും എതിർത്ത് നീ ഇങ്ങനൊരു കാര്യം ചെയ്താ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പൂർണിമേ, നിങ്ങൾക്കിടയിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. എങ്കിലും ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ പറയാം. ദുർഗയുടെ വിവാഹം പൂർണിമ പറയുന്ന രീതിയിൽ നടന്നു കാണാൻ അവളുടെ മുത്തശ്ശി എന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ദേവനും അതുണ്ടാകും. പക്ഷെ ഇവര് പറയുന്നതിലും കാര്യമുണ്ട്. ഈ കുടുംബത്തിലെ പണം എടുത്ത് അങ്ങനെ ഒരു വിവാഹം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.